വിചാരിച്ച പോലെയൊക്കെ അല്ലെങ്കിൽ അതിൽ നന്നായി തന്നെയാണ് ചെയ്തു തന്നത്. ഇത് ഒരുപാട് പേരുടെ കൂട്ടായ്മയുടെ റിസൾട്ടാണ് ഈ കാണുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഹോം ടു ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃപ്പൂണിത്തുറയ്ക്കടുത്ത് മരട് എന്ന സ്ഥലത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ശ്രീജിത്ത് എന്ന് പറഞ്ഞ സാറിന് വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. വീട് വെക്കാൻ പ്ലാൻ ഉണ്ടായ ശേഷം ഞങ്ങൾ കുറേ എൻജിനീയേഴ്സിനെയും കുറേ ആർക്കിടെക്റ്റിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് അവസാനമാണ് ഞങ്ങൾ എൻജിനീയറിംഗ് ടൂറിലെത്തിയത്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞങ്ങൾ അഭിലാഷിനൊക്കെ എത്തിയത്. ഈ ഹോം ടൂറിൽ നമ്മൾ ഈ വീടിൻ്റെ പ്രീ പ്ലാനിങ് സ്റ്റേജിലുള്ള വിശേഷങ്ങളും പ്ലാനിങ്, എക്സിക്യൂഷൻ, അതേസമയം ഫിനിഷ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളും സമഗ്രമായി നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. ഓരോ വീടും ഒരു യാത്രയാണ്. ഈ വീടിൻ്റെ ഡിസൈനിങ് യാത്ര തുടങ്ങുന്നത് പരസ്പരം ഞങ്ങൾ കാണാതെയാണ്. അദ്ദേഹം ഈ വീടിൻ്റെ ഓണറായ ശ്രീജിത്ത് സാറ് മലേഷ്യയിലും ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആഫ്രിക്കയിലുമായിരുന്നു. അപ്പോൾ പരസ്പരം കാണാതെ വിദൂരതയിൽ ഇരുന്നു കൊണ്ടാണ് ഇതിൻ്റെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു 4 BHK യൂണിറ്റ് ആണ്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും ഉൾപ്പെടെ 2131 സ്ക്വയർ ഫീറ്റുള്ള ഒരു പ്രൊജക്റ്റാണിത്. ശ്രീജിത്ത് സാറിനും കുടുംബത്തിനും അവരുടെ വീടിനെ കുറിച്ചിട്ട് വളരെ കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്നു. അവർ ആ ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് അയച്ചു തരികയും അതിനനുസരിച്ചിട്ടാണ് ഈ വീടിൻ്റെ പ്ലാനിങ് നമ്മൾ രൂപപ്പെടുത്തിയത്. ശ്രീസാറിൻ്റെ പ്ലോട്ട് ടോട്ടൽ 7.25 സെൻറ്റ് സ്ഥലമാണ്. ആ 7.25 സെൻറ്റ് സ്ഥലത്ത് ഇതാണ് സാറിൻ്റെ പ്ലോട്ട് വരെ ഉണ്ടാവാം. ഈ പ്ലോട്ടിൻ്റെ ഈ ഭാഗം നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. സാറിൻ്റെ പ്ലോട്ടിനെ സംബന്ധിച്ചിട്ട് ഈ പ്ലോട്ടിൻ്റെ നോർത്ത് സൈഡിലും വെസ്റ്റ് സൈഡിലും റോഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റിൽ നിന്നും കാണാവുന്ന ഒരു സംവിധാനവും വേണം, അതേസമയം നോർത്തിൽ നിന്നും കാണാവുന്ന ഒരു സംവിധാനവും വേണം. അപ്പോൾ എലിവേഷൻ ആക്ച്വലി ഈ നോർത്തിനും വെസ്റ്റിനും പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കണം. എന്നാൽ അതേസമയം തന്നെ ഇതുവഴി ഒരു റോഡ് വീണ്ടും പോകുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റിനും അത്യാവശ്യം ഒരു ഇമ്പോർട്ടൻസ് കിട്ടത്തക്ക രീതിയിൽ വേണം ഇതിൻ്റെ ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിൻ റോഡ് ഇതായതുകൊണ്ട് നമ്മൾ മെയിൻ ഗേറ്റിൻ്റെ എൻട്രി പ്രൊവിഷൻ ഇവിടെ പ്ലാൻ ചെയ്തു. ഈ റോഡിൽ നിന്ന് നമ്മളൊരു വിക്കറ്റ് ഗേറ്റിനുള്ള പ്രൊവിഷനും ഇവിടെ പ്ലാൻ ചെയ്തു. ഇതിനുശേഷം നമ്മൾ ബിൽഡിങ് പരമാവധി ബാക്കിലേക്ക് ഇറക്കിയിട്ടാണ് ബിൽഡിങ് പ്ലാൻ ചെയ്തത്. ഈ ബിൽഡിങ്ങിന് ഇവിടെ മിനിമം സ്പേസും കൊടുത്തിട്ട് ഈ നോർത്തിലും വെസ്റ്റിലും മാക്സിമം സ്പേസ് കിട്ടാവുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്. അതിൽ ഇത്രയും ഭാഗം വണ്ടി കയറി തിരിഞ്ഞു പോകാവുന്ന രീതിയിലും പാർക്കിങ്ങിനും വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നെ വാസ്തുവിൻ്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ട് സൗത്ത് ഈസ്റ്റ് കോർണറിലും ഈ ഭാഗത്തായിട്ടാണ് കിച്ചനുള്ള പ്രൊവിഷനും കിച്ചനും വർക്ക് ഏരിയയും കൊടുക്കുന്നത്. സൗത്ത് വെസ്റ്റ് മാസ്റ്റർ ബെഡ്റൂമിന് ഏറ്റവും ബെസ്റ്റ് പറയുന്ന സൗത്ത് വെസ്റ്റ് കോർണറിലാണ് മാസ്റ്റർ ബെഡ്റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മധ്യസൂത്രം, അതായത് ഈ പ്ലോട്ടിൻ്റെ വിൻഡ് ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വെസ്റ്റിൽ നിന്ന് കാറ്റ് അടിച്ച് ഈസ്റ്റിലേക്ക് പോവാൻ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എയർ ഫ്ലോ പാറ്റേണിന് പ്രോബ്ലംസ് വരാത്ത രീതിയിൽ ഈ ഭാഗത്ത് ഒരു പാഷ്യോ സ്പേസും കൊടുത്തു. സ്റ്റെയറിനെ ഈ ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. മാസ്റ്റർ ബെഡ്റൂം സൗത്ത് വെസ്റ്റ് കോർണറിലും നോർത്ത് ഈസ്റ്റ് കോർണറിൽ രണ്ടാമത്തെ ബെഡ്റൂമും. 2 ബെഡ്റൂമിൻ്റെയും മുകളിലായിട്ടാണ് മുകളിലത്തെ 2 ബെഡ്റൂമുകളും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഈ 4 ബെഡ്റൂമുകൾക്കും ക്രോസ് വെന്റിലേഷൻ ധാരാളം കിട്ടുന്നുണ്ടാവും. ഇതിൻ്റെ എൻട്രൻസ് ഇതിൻ്റെ എൻട്രൻസ് രണ്ട് സൈഡിലേക്കും, ഒരു വീടിൻ്റെ രണ്ട് സൈഡിലും റോഡ് വരുന്നത് കൊണ്ട് രണ്ട് സൈഡിലേക്കും എലിവേഷൻ കിട്ടാൻ പാകത്തിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഫ്രണ്ടിലത്തെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഒരു ലോൺ സ്പേസും അതോടൊപ്പം തന്നെ പാർക്കിങ്ങിനുള്ള സ്പേസും നമ്മൾ ആ ഫ്രണ്ടിൽ 2 സൈഡിലുമായിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് സൈഡിൽ മുഴുവൻ നമ്മൾ പേവിംഗ് ബ്ലോക്കിന് പകരം ഇവിടെ ഗ്രാനൈറ്റിൻ്റെ സ്റ്റോൺ, കരിങ്കല്ല്, നാച്ചുറൽ സ്റ്റോൺ തന്നെ ലേ ചെയ്യുകയും അതിൻ്റെ ഇടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ സിറ്റ് ഔട്ട് മെയിനായിട്ട് എൻട്രി വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് കയറാവുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് നമ്മൾ മെയിനായിട്ട് ഗ്രാനൈറ്റും അതോടൊപ്പം തന്നെ വിട്രിഫൈഡ് ടൈലുമാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 7 ഫീറ്റ് ഇൻറ്റു 8 ഫീറ്റ് ആണ്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ലിവിംഗ് റൂമിലേക്കാണ് ഡയറക്റ്റ് എൻട്രി ചെയ്യുന്നത്. 10 അടി ബൈ 15 അടി വരുന്ന ഒരു ലിവിംഗ് റൂമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിന് നമ്മൾക്ക് പരമാവധി ഒരു ലൈറ്റും വെന്റിലേഷനും കിട്ടത്തക്ക രീതിയിൽ 2 സൈഡിലും വിൻഡോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ലിവിംഗ് റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ നേരെ കാണുന്നത് ഒരു ടെക്സ്ചർ ചെയ്തിട്ടുള്ള ഒരു വാളും അതോടൊപ്പം തന്നെ ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങുമാണ്. ലിവിംഗ് റൂമിൽ നമ്മൾ ഒരു 3 സീറ്ററും 2 സിംഗിൾ സീറ്ററും ഉൾപ്പെടെയുള്ള സോഫ അറേഞ്ച്മെൻറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അത് ഡൈനിങ് റൂമുമായിട്ട് ഒരു ഐസൊലേറ്റ് ചെയ്ത് വരത്തക്ക രീതിയിൽ ആണ് അതിൻ്റെ ഒരു പ്ലാനിങ് ലെവൽ ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിനും ഡൈനിങ്ങിനും ഇടയ്ക്കായിട്ട് ഒരു പാർട്ടീഷൻ വാളുണ്ട്. ആ പാർട്ടീഷൻ വാളിൻ്റെ ഒരു സൈഡ് ഡൈനിങ് കം ഫാമിലി ലിവിംഗ് സ്പേസിലേക്കുള്ള TV യൂണിറ്റ് ആയിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ലിവിംഗ് റൂമിലേക്കുള്ള ഒരു ഡിസ്പ്ലേ എലമെൻ്റ് ആയിട്ടുമാണ് വർക്ക് ചെയ്യുക. ലിവിംഗ് റൂം കഴിഞ്ഞ് നമ്മൾ ഡൈനിങ് റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പം ഡൈനിങ് റൂം ശരിക്കും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ ലെങ്ത് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഡൈനിങ് റൂമിന് വേണ്ടിയിട്ട് ഇത്രയും ഭാഗവും അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു ഫാമിലി ലിവിംഗ് സ്പേസിന് വേണ്ടിയിട്ടുള്ള അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കൂടാതെ ഡൈനിങ് റൂമിൻ്റെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നമ്മളിവിടെ ഒരു പേഷ്യോ ഡോർ കൊടുത്തിട്ടുണ്ട്. ഫാമിലി ആയിട്ട് ഉള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ റിയർ സൈഡിൽ നമ്മൾക്കൊരു ഗാർഡൻ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാനുമൊക്കെ ഈ പേഷ്യോ കോൺസെപ്റ്റ് ഉപകാരപ്രദമാവും. ഇവിടുത്തെ എയർ ഫ്ലോ പാറ്റേൺ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എയർ ഫ്ലോ പാറ്റേൺ കൃത്യമായി പാസ് ചെയ്ത് പോകത്തക്ക രീതിയിൽ ഈ റൂമിൻ്റെ ഒരു സൈഡിൽ നമ്മൾ സ്റ്റെയർ കേസും രണ്ടാമത്തെ സൈഡിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൽ പേഷ്യോയും കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പേഷ്യോ ഫുൾ ഒരു ഡോർക്കം വിൻഡോയാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. തേക്കിൻ്റെ ഡോർക്കം വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് റൂമിൻ്റെ പേഷ്യോയുടെയും സൈഡിലായിട്ടാണ് കിച്ചൻ്റെ സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ സൈസ് 300-264 സെൻറ്റിമീറ്റർ ആണ്. അതായത് 10 അടി ബൈ നിയർലി 9 അടി ഏരിയ വരുന്ന രീതിയിലുള്ള കിച്ചനാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് ഒരു പാൻട്രി ടേബിൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് കളറും അതോടൊപ്പം തന്നെ തേക്ക് വുഡിൻ്റെ ഫിനിഷ് ടോണുമാണ് ചെയ്തിരിക്കുന്നത്. എൻട്രി പോയിന്റിൽ തന്നെ റൈറ്റ് സൈഡിൽ കുറച്ച് ഓപ്പൺ ഷെൽഫുകളും അതോടൊപ്പം തന്നെ ക്ലോസ്ഡ് ഷട്ടേഴ്സ് വിത്ത് പ്രൊഫൈൽ ഹാൻഡിൽസിൻ്റെ കോൺസെപ്റ്റ്സിലാണ് ഇതിൻ്റെ കിച്ചൺ പാറ്റേൺ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് റൂമിൽ നിന്ന് ഫാമിലി ലിവിങ്ങിൻ്റെ സൈഡിലായിട്ടാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 13 അടി ബൈ 12 അടിയുടെ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 145 ബൈ 240 ആണ്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ തിരിക്കാൻ പാകത്തിന് കൃത്യമായിട്ട് വാഷ് ബേസിനും WCയും ഡ്രൈ ഏരിയയിലും കുളിക്കുന്നതിനുള്ള ഷവർ യൂണിറ്റ് വെറ്റ് ഏരിയയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറും വാളും വിട്രിഫൈഡ് ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ വിട്രിഫൈഡ് ടൈല് വിരിച്ചിരിക്കുന്നത് സ്പേസർ ഇട്ടിട്ട് എപ്പോക്സി ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ബീഡിങ് കൂടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് അതിനെ ഭംഗി കൂട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം ഒരു മീഡിയം സൈസിലാണ് കൊടുത്തിരിക്കുന്നത്. 300 ബൈ 288 ആണ് ആ ബെഡ്റൂമിൻ്റെ സൈസ്. ഈ വീടിൻ്റെ ഫ്ലോറിംഗ് ഫുള്ള് വിട്രിഫൈഡ് ടൈലാണ് ചെയ്തിരിക്കുന്നത്. 4 അടി ബൈ 2 അടിയുടെ വിട്രിഫൈഡ് ടൈലാണ് ഫുള്ള് സ്പേസർ ഇട്ട് എപ്പോക്സി ചെയ്തിരിക്കുന്ന ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലേക്ക് പോകുന്ന മിഡ് ലാൻഡിംഗ് ലെവലിൽ നമ്മളൊരു കോർണർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന് ഏറ്റവും കൂടുതൽ എലിവേഷൻ ആസ്പെക്ട്സ് കിട്ടുന്ന ഒരു കോർണർ സ്പേസ് ആണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എലിവേഷൻ്റെ ഭാഗമായിട്ട് ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈറ്റ് ധാരാളം ഈ സ്റ്റെയർ കേസ് ഭാഗത്തു കൂടി ഡൈനിങ് സ്പേസിലേക്ക് എത്താനും പാകത്തിൽ ഫാബ്രിക്കേഷൻ വിൻഡോയുടെ രൂപത്തിലാണ് കോർണർ വിൻഡോ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 2 സൈഡിലുമായിട്ടാണ് 2 ബെഡ്റൂമുകളും പ്ലേസ് ചെയ്തിരിക്കുന്നത്.
ഇതിൻ്റെ എലിവേഷൻ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്യൂഷൻ കോൺസെപ്റ്റിലാണ്. ഒരു കണ്ടംപററിയുടെ എലമെൻസുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തും അതേസമയം ചെറിയ ട്രഡീഷണൽ എലമെൻറ്റുകളെ ബ്ലെൻഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു എലിവേഷൻ പാറ്റേൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഒരുപാട് പേരുടെ കൂട്ടായ്മയുടെ റിസൾട്ടാണ് ഈ കാണുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അതിൽ കൺസ്ട്രക്ഷൻ്റെ ഭാഗത്ത് ഏറ്റവും നേതൃത്വം കൊടുത്തിരിക്കുന്ന ബാലിച്ചേട്ടൻ ഉൾപ്പെടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും, അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻവോൾവ്മെൻറ്റ്, ഡിസൈനിങ് ലെവലിലുള്ള ഇൻവോൾവ്മെൻറ്റ്, ഇൻറ്റീരിയർ ലെവലിലുള്ള ഇൻവോൾവ്മെൻറ്റ്, ഇങ്ങനെ പല ഗ്രൂപ്പ് ഓഫ് സിസ്റ്റംസിൻ്റെ ഒരുപാട് പേരുടെ വളരെ അധികം നാളത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് ഓരോ പ്രൊജക്റ്റും ഫിനിഷ് ആവുക എന്നുള്ളത്. പിന്നെ പ്ലാനിങ്ങിൻ്റെയും കൺസ്ട്രക്ഷൻ്റെയും പിന്നെ ഫൈനലായിട്ടുള്ള ഇൻറ്റീരിയറിൻ്റെയും ഒക്കെ കേസിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷനോ ഒരു കറക്ഷനൊക്കെ ആവശ്യമുള്ളപ്പോൾ നമ്മളത് അപ്രോച്ച് ചെയ്യുകയും അത് അതിൻ്റെ കറക്റ്റായിട്ട് ഞങ്ങൾ ഗൈഡ് ചെയ്ത് അത് ഫൈനൽ ഈ ഒരു സ്റ്റേജിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഇവിടെ ചെയ്തിരിക്കുന്നത് RCCയുടെ ഇൻവെർട്ടഡ് ടീ അല്ലെങ്കിൽ റാഫ്റ്റ് കോൺസെപ്റ്റിലാണ് ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് സോളിഡ് ബ്ലോക്കിലുമാണ്. ബാലിച്ചേട്ടൻ്റെ കേസ് പറയുകയാണെങ്കിൽ എല്ലാ സ്റ്റേജിലും ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബാലിച്ചേട്ടൻ. അത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ഷമയോടെ കേൾക്കാനും അതൊക്കെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും ഒരു എവിടെയൊക്കെ അഡ്വൈസ് വേണ്ടെന്ന് അഡ്വൈസ് തരാനും ഒക്കെ ഒരുപാട് ബാലിച്ചേട്ടൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട് നമുക്ക്. കണ്ണനാണ് ഈ പ്രോജക്റ്റിൻ്റെ കീ പേഴ്സൺ. എല്ലാം തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാവരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് കണ്ണനാണ്. കണ്ണനാണെങ്കിലും വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്മൾ സ്ഥലത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ സാധനം സെലക്ട് ചെയ്യാനും നമുക്ക് കടയിൽ പോകാനായിട്ടും അവിടെ പോയി സാധനങ്ങൾ കാണാനും ഒന്നും സാധിക്കാത്തപ്പോഴും കണ്ണൻ വളരെയധികം ഒരുപാട് തവണ കടകളിൽ പോയിട്ടുണ്ട്. ഞങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാനും ഓൺലൈനായിട്ട് കോൾ ചെയ്ത് കാണിക്കാനും ഒക്കെ. അത് ഇനി വെയിലത്ത് കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാതെ ഓരോ സമയം പുറത്ത് പോയി നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഇത് ഞങ്ങൾ ഇവിടെ അടുത്തില്ലാതെ ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. അപ്പം വളരെയധികം ടെക്നോളജി യൂസ് ചെയ്ത് വാട്സാപ്പ് മെസ്സേജസും വീഡിയോസും കോൾസും ഒക്കെ ആയിട്ട് എപ്പോഴും നമുക്ക് അപ്രോച്ചബിൾ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു നമ്മളുടെ കൂടെ. അപ്പം നമുക്ക് എപ്പോഴും വിളിക്കാനും സംസാരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ചോദിച്ചാൽ അത് കാണിച്ചു തരാനും ഫോട്ടോസ് എടുത്തയക്കാനും നമ്മൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാ തരത്തിലും അവർ എല്ലാ സപ്പോർട്ടും തന്നിരുന്നു. കോവിഡൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനും വരാനും കാണാനും ഒന്നും സാധിച്ചില്ലെങ്കിലും ഞങ്ങൾ വിചാരിച്ച പോലെയൊക്കെ അല്ലെങ്കിൽ അതിൽ നന്നായി തന്നെയാണ് ചെയ്തു തന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.